അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം സൂറ അൽ ജിന്നിലെ ആമുഖ ഭാഗമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജിന്നുകളെക്കുറിച്ച് എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി ഉൾക്കൊള്ളേണ്ടത്? തീർച്ചയായും വിശുദ്ധ ഖുർആൻ പ്രവാചക വചനങ്ങളും നൽകുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് സത്യവിശ്വാസികൾ ജിന്നിനെ തിരിച്ചറിയേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. ജിന്നുകളുടെ യാഥാർത്ഥ്യം എന്താണ്? പലരും പല വിധത്തിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ഒരു വിഷയമാണ് ജിന്ന്. അള്ളാഹുവിൻ്റെ 3 ഉത്കൃഷ്ട സൃഷ്ടികൾ, അതിൽ ഒന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് മലക്കാണ്, ഇനിയും ഒന്ന് ജിന്നാണ്. ഈ 3 വിഭാഗങ്ങളെക്കുറിച്ച് ഖുർആൻ ധാരാളമായി പരാമർശിക്കുന്നുണ്ട്. അവയിൽ ജിന്നുകളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് നാം ഇപ്പോൾ അന്വേഷിക്കുന്നത്. ചിലർ ഇന്നും ധരിച്ചു വച്ചിരിക്കുന്നത് ജിന്നിന് ഒരു യാഥാർത്ഥ്യവുമില്ല, അത് യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടിയുടെയോ ഒരു ജീവിയുടെയോ ഒരു വസ്തുവിൻ്റെയോ ഒന്നും പേരല്ല എന്നുള്ളതാണ്. പൗരാണിക അന്ധവിശ്വാസങ്ങളിലും ഐതിഹ്യങ്ങളിലും പെട്ട അടിസ്ഥാനരഹിതമായ എന്തൊക്കെയോ സങ്കല്പങ്ങളാണ് ജിന്ന് എന്നാണ് അവർ കരുതുന്നത്. പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ മുഴുവനും അറിഞ്ഞിട്ടാണോ അവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ജിന്ന് എവിടെയും ഇല്ല എന്ന് അവർക്ക് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുമില്ല. ഇപ്പോൾ തെളിവില്ലാതെ വെറുതെ എന്തൊക്കെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നതിൻ്റെ ന്യായം എന്താണെന്നറിയോ? ഇന്ദ്രിയങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന വസ്തുക്കളെ പ്രപഞ്ചത്തിലുള്ളൂ എന്നതാണ്. സത്യത്തിൽ മനുഷ്യൻ്റെ അറിവിൻ്റെ വ്യാപ്തി എത്രയാണ്? പ്രപഞ്ച വിശാലത പരിഗണിക്കുമ്പോൾ മനുഷ്യൻ്റെ അറിവ് മഹാസാഗരത്തിലെ ഒരു ജലകണം പോലെ അത്രയും കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. മറ്റൊന്ന്, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതേ പ്രപഞ്ചത്തിലുള്ളൂ എന്ന വാദമാണ്. അത് ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സിൻ്റെ പരിമിതിയെ അംഗീകരിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നതേ പ്രപഞ്ചത്തിലുള്ളൂ എന്നാണെങ്കിൽ ജിന്നുകൾ മാത്രമല്ല, നേരിട്ട് കാണാൻ കഴിയാത്ത ഒന്നിലും നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ലല്ലോ. ദൈവത്തെ പോലും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ തന്നെയും ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. അവർ പറയുന്നു, ജിന്ന് സ്വതന്ത്ര അസ്തിത്വമുള്ള അദൃശ്യ സൃഷ്ടിയൊന്നുമല്ല, മറിച്ച് മനുഷ്യനിലെ തന്നെ മൃഗീയമായ ഒരു ശക്തിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതുമല്ലെങ്കിൽ മനുഷ്യരിലെ പ്രാകൃതരായ കാട്ടുമനുഷ്യരാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഖുർആൻ വളരെ വ്യക്തതയുള്ള രൂപത്തിൽ തന്നെയാണ് ജിന്നുകളെക്കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. മനുഷ്യനും ജിന്നും തികച്ചും വ്യത്യസ്തരായ 2 സൃഷ്ടികളാണ് എന്ന് ഖുർആൻ ഊന്നി പറയുന്നുണ്ട്. സൂറ അർ-റഹ്മാനിൽ ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധത്തിൽ മനുഷ്യ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണെന്നും അതുപോലെ ജിന്നുകളുടേത് അഗ്നിയിൽ നിന്നാണ് എന്നും വ്യക്തമായി പറയുന്നു. ജിന്നിനെ മനുഷ്യന് മുമ്പ് തന്നെ അള്ളാഹു സൃഷ്ടിച്ചതായിട്ട് സൂറത്തുൽ ഹിജ്ർ 27 പറയുന്നുണ്ട്. വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബൽ മിൻ നാരി സമൂം. അത്യുഷ്ണമുള്ള തീജ്വാലയിൽ നിന്ന് ജിന്ന് വർഗത്തെ നാം നേരത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്, അഥവാ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത് ആവർത്തിച്ച് ആദം ഇബ്ലീസ് സംഭവം പരാമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദം മനുഷ്യനാണ്, ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ട സൃഷ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടാണെന്ന് മനസ്സിലാവും. ഇബ്ലീസ് ജിന്നുകളിൽ പെട്ടവനാണ് എന്ന് അൽ കഹഫിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ജിന്നുകൾ മനുഷ്യരെ കാണുന്നു, എന്നാൽ മനുഷ്യരോ ജിന്നുകളെ കാണുന്നില്ല എന്ന് സൂറ അൽ അറാഫ് 27 പരാമർശിക്കുന്നുണ്ട്. ജിന്നുകൾക്ക് ഉപരിലോകത്തേക്ക് പറക്കാം, പക്ഷേ അതിരുകൾക്കപ്പുറത്തേക്ക് പറക്കാൻ സാധ്യമല്ല എന്ന് സൂറ അൽ മുൽക്കിൽ പരാമർശിക്കുന്നത് കാണാം.
അതിർത്തികൾ കടന്ന് അത്യുന്നത സഭയിലെ വാർത്തകൾ കേൾക്കാൻ ശ്രമിച്ചാൽ ജിന്നുകൾ തടയപ്പെടുക തന്നെ ചെയ്യും. കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ, ഉപരിലോകത്തെ വാർത്തകൾ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ തീജ്വാലകൾ അവരെ ആട്ടിപ്പായിക്കും. ജിന്നുകൾക്ക് അദൃശ്യജ്ഞാനമുണ്ടോ, ദൈവിക രഹസ്യങ്ങൾ അറിയാൻ കഴിയോ എന്നൊക്കെയുള്ള വാദങ്ങളെ വിശുദ്ധ ഖുർആൻ ശക്തമായിട്ട് നിഷേധിക്കുന്നതായിട്ട് കാണാം. സൂറ സബ 14-ാമത്തെ സൂക്തത്തിലുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ജിന്നുകൾക്ക് അദൃശ്യജ്ഞാനമില്ല എന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്നത് കാണാം. എല്ലാ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിലും ചില അസാധാരണത്വങ്ങളുണ്ട്. ഏത് സൃഷ്ടി അങ്ങനെയാണല്ലോ, ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് നിലനിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഓരോ സൃഷ്ടിയും. അങ്ങനെ വരുമ്പോൾ ജിന്നുകളുടെ സൃഷ്ടിപ്പിലെ അസാധാരണത്വം എന്താണ്? അവയെ നമുക്ക് മനുഷ്യർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അതേസമയത്ത് ജിന്നുകൾ മനുഷ്യരെ പോലെ തന്നെ സ്വാതന്ത്ര്യം നൽകപ്പെട്ട സൃഷ്ടികളാണ്. ഇബ്ലീസിൻ്റെ കഥയും അതേപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച ജിന്നുകളുടെ കഥയും അതിൻ്റെ തെളിവാണ്. ഇബ്ലീസ് വഴിതെറ്റി ധിക്കാരിയാകുന്നു. എന്നാൽ ഖുർആൻ ഒരു തവണ കേട്ട ജിന്നുകൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നു. അതിനാൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുവാൻ മാത്രമാണ് ജിന്നുകളിലെ പിശാചുക്കൾക്ക് സാധിക്കുന്നത്. മനുഷ്യനെ കീഴ്പ്പെടുത്തിയിട്ട് ബലമായി ഒന്നും ചെയ്യിക്കുവാൻ ജിന്നുകളിലെ പിശാചുക്കൾക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. മനുഷ്യ മനസ്സിൽ പലതരം സംശയങ്ങൾ വിതക്കുവാൻ ഈ പിശാചുക്കൾക്ക് കഴിയും. വഞ്ചനയിൽ അകപ്പെടുത്താൻ കഴിയും. തിന്മയെ വളരെ ആകർഷകമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതേസമയം മനുഷ്യനെ ബലം പ്രയോഗിച്ചിട്ട് തങ്ങളുടെ വഴിയിൽ കൊണ്ടു നടക്കാൻ ജിന്നുകൾക്ക് കഴിയില്ല എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാകും. ജാഹിലിയ കാലത്ത് അറേബ്യൻ ബഹുദൈവാരാധകർ ജിന്നുകളെ ദൈവത്തിൻ്റെ പങ്കാളികളായിട്ട് കരുതിയിരുന്നു. അങ്ങനെ ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ജിന്ന് ദൈവവംശത്തിൽ പെട്ടവരാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് ജിന്നുകൾക്ക് അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിൽ ഒരു പങ്കാളിത്തം ഇല്ല. അത് തികച്ചും ബഹുദൈവവാദമാണ് അത്തരത്തിലുള്ള ചിന്താഗതികൾ എന്നുള്ളതാണ്. അതേസമയം അവർക്ക് സ്വതന്ത്രമായ അസ്തിത്വമുണ്ട്. അവർ മനുഷ്യൻ്റെ മുമ്പിൽ അദൃശ്യ സൃഷ്ടികളാണ്. മനുഷ്യരിൽ നിന്ന് അവർ മറഞ്ഞിരിക്കുകയാണ്. ജിന്നിൻ്റെ കഴിവുകളെക്കുറിച്ച് മനുഷ്യൻ പലതരത്തിലുള്ള തെറ്റായ സങ്കല്പങ്ങൾ വെച്ചു പുലർത്താണ്. എന്നാൽ വിശുദ്ധ ഖുർആനോ ജിന്നിനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. ഈ ആശയങ്ങളൊക്കെ സൂറത്തുൽ ജിന്നിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നുകൂടി സൂറത്തുൽ ജിന്നിലെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആകെ 28 സൂക്തങ്ങളാണല്ലോ. അതിൽ 1 മുതൽ 15 വരെയുള്ള സൂക്തങ്ങൾ ആണ് ജിന്നുകളുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള പ്രതിപാദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ ശ്രവിച്ച ഒരു സംഘം ജിന്നുകൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്. അവർ സ്വയം സംസാരിക്കുന്ന രൂപത്തിലാണ് ഈ സൂക്തങ്ങൾ അവതരിച്ചിരിക്കുന്നത്. അവർ സ്വന്തം സമൂഹത്തിൽ ചെന്നിട്ട് മറ്റ് ജിന്നുകളോട് അതിനെപ്പറ്റി പറഞ്ഞത് എന്താണ് എന്ന് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരാൻ. ഇവിടെ അള്ളാഹു അവരുടെ സംഭാഷണങ്ങൾ മുഴുവനായിട്ട് ഉദ്ധരിക്കുന്നില്ല. പ്രത്യേകം എടുത്തു പറയേണ്ട ആശയങ്ങൾ മാത്രമാണ് ഉദ്ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. 1 മുതൽ 15 വരെയാണ് ജിന്നുകളുടെ ആത്മഭാഷണം നടക്കുന്നത്. ഇനി 16 മുതൽ 18 വരെയുള്ള സൂക്തങ്ങളിൽ ബഹുദൈവത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ജനങ്ങളെ അല്ലാഹു തആല താക്കീത് ചെയ്യുന്നുണ്ട്. സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർ അനുഗ്രഹീതരായി തീരും എന്ന വാഗ്ദാനമുണ്ട്. ദൈവിക ഉത്ബോധനം തള്ളിക്കളഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തരഫലവും കൊടിയ ശിക്ഷയായിരിക്കും എന്ന് ഉണർത്തുന്നുണ്ട്. ഇനി 19 മുതൽ 23 വരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദൈവദൂതനെതിരെ ചാടി വീഴാൻ ഒരുമ്പെടുന്ന മക്കയിലെ ബഹുദൈവവാദികളുടെ നടപടിയെ ആക്ഷേപിക്കുന്നുണ്ട്. അതേസമയത്ത് ആ സൂക്തം മറ്റൊരു പശ്ചാത്തലത്തിലാണ് എന്ന വ്യാഖ്യാനമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ട് ജിന്ന് വർഗവും മനുഷ്യവർഗവും ഒരുമിച്ച് കൂടുന്നതിനെക്കുറിച്ചാണ് എന്ന പരാമർശമുണ്ട്. മറ്റൊന്ന്, ഈ ദൈവദൂതൻ്റെ ദൗത്യം സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണ്. അതിനപ്പുറം ദൈവദൂതന് മനുഷ്യർക്കുമേൽ
പ്രബോധിത സമൂഹത്തിനുമേൽ പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. 24 മുതൽ 25 വരെയുള്ള സൂക്തങ്ങളിൽ സത്യനിഷേധികളോട് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ ദൈവദൂതനെ ദുർബലനായി കണ്ടുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ദുർബലരാവുക, ആരാണ് നിസ്സഹായരാവുക? അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു സന്ദർഭം വരാൻ പോകുന്നുണ്ട് എന്ന് ഉണർത്തുന്നുണ്ട്. ഒടുവിൽ ജനങ്ങളോട് പൊതുവായിട്ട് പറയുന്നത് 26 മുതൽ 28 വരെയുള്ള സൂക്തങ്ങളിൽ അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമാണ് എന്ന ആശയമാണ്. അള്ളാഹു നൽകുന്ന ജ്ഞാനം മാത്രമാണ് പ്രവാചകന് ലഭിക്കുന്നത്. ആ ജ്ഞാനം പ്രവാചകത്വത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സവിശേഷമായി നൽകുന്ന ജ്ഞാനവുമാണ്. അതിൽ ഇടപെടാൻ മറ്റാർക്കും ഒരു വിധത്തിനും സാധ്യമല്ല. വളരെ സുരക്ഷിതമായ മാർഗത്തിലൂടെയാണ് അള്ളാഹു അത്തരം ദൈവിക ജ്ഞാനം പ്രവാചകന്മാർക്ക് കൈമാറുന്നത് എന്ന് ഈ സൂക്തങ്ങളിൽ സമാപനമായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ഈ സൂറയിൽ 2 ഭാഗങ്ങളാണ്. 1 മുതൽ 15 വരെയുള്ള ആദ്യ ഭാഗം ജിന്നുകൾ അവരെക്കുറിച്ച് സ്വയം സംസാരിക്കുന്ന ഭാഗമാണ്. 16 മുതൽ 28 വരെ രണ്ടാം ഭാഗമാണ്. അതിൽ മക്കക്കാരോട്, മക്കയിലെ ബഹുദൈവവാദികളോടും അതുപോലെ എക്കാലത്തെ മുഴുവൻ മനുഷ്യരോടുമുള്ള ഉത്ബോധനമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് സൂറ അൽ ജിന്നിൻ്റെ സൂക്തഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.